അവിടുത്തെ പോണേ അതവിടെ കാണണ്ട എനിക്ക് അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി പൊട്ടിച്ചിട്ട് ഫുള്ള് മുളക് പൊടി ഇതിനുള്ള. ഹായ്, അപ്പോൾ അങ്ങനെ നമ്മളിതാ യാത്ര തിരിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിദേശ യാത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ ആദിമോൻ ഇതാ അതേപോലെ തന്നെ ദാനം ഉറങ്ങിക്കണു, മുത്തൂസ ഇരിക്കണേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മൾ ആരിഫും സാലിമും ഉണ്ട്. എയർപോർട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാളെയും കൂട്ടി ആരിഫിൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. മുത്തൂസ് ഇപ്പം തന്നെ തണുത്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിരിക്കണം. എന്നോട് പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്, തണുപ്പൊന്നും ഉണ്ടാവില്ലാന്ന്. മുത്തൂസ് അവിടെ ചെന്നാലേ അവിടെ ഭയങ്കര തണുപ്പാ തരാം. എന്നിട്ട് ഞാൻ പറയുന്നതിന്റെ മറ്റേ ബ്ലാക്ക് ഒരു മറ്റേ ഷർട്ട് ഉണ്ട്, എന്നാൽ കോട്ടായിട്ട് ഉപയോഗിക്കാതെ വണ്ടിയിൽ ഇട്ടോന്ന് എനിക്ക് എന്നോട് പറഞ്ഞാണ്. അതിന് മാത്രം തണുപ്പൊന്നുണ്ട്. എ സി അല്ലടാ, അവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാത്ര അവിടെ. അല്ല ഇപ്പൊ കുഴപ്പമില്ല, നമ്മൾ അവിടെ എത്തുമ്പത്തെ കാര്യം പറയണേ. റൂമിക്ക് കേറണ്ടേ, അവിടുന്ന് 3-4 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. നല്ല തണുപ്പാക്കാരം. പിന്നെ ഇവിടുന്നാട്ട് മറ്റേ ഫ്ലൈറ്റ് കയറിയ ഭയങ്കര തണുപ്പല്ലായിരിക്കും. എനിക്കിത് പൊട്ടിച്ചു കൊടുക്കണം ഇപ്പൊ തന്നെ. ചെല്ലേ പൊട്ടിച്ചെടുത്താ വെച്ചായിരിക്കണത്. ആദ്യം ഇതിൻ്റെ മേലെ കയറി നോക്കണം. ലൈനാണ്, അത് തലവരെയുണ്ട്. ഓപ്പണാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇത് ഉമ്ര ടീമാണ്, അവിടെ ഒരു ഉമ്ര ടീം വേറെ ഉണ്ട്. ദിവസം കമ്പനിക്ക് ആളെ കിട്ടിക്കണം. ഇനി അങ്ങോട്ടാണ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞുണ്ടാവും. രണ്ടാൾ ഓടിക്കളിക്കുക, പോലെ പിന്നാലെ മുത്തൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി. അത്യാവശ്യം പിന്നെ കുഴപ്പമില്ലാത്ത ബാത്റൂമൊക്കെ ഉണ്ട് നമ്മളെ എയർപോർട്ടിനുള്ളിലിട്ടാ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് ഉഷാറായി. ഇനിയിപ്പോൾ ഇതാ നമുക്കിപ്പോൾ ഫ്ലൈറ്റിനുള്ള സമയം ഏകദേശം ആയിക്കണു. സമയം ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നടക്കല്ലേ. അവിടെ കുടിവെള്ളമൊക്കെ ഉണ്ട്, കപ്പെടുക്കുക, നേരെ വെള്ളം എടുക്കുക, കുടിക്കുക. പിന്നെ സ്വിച്ചാരി നിൽക്കാം. പച്ചവെള്ളം എന്താ അതെയാ? അപ്പം അങ്ങനെതാ നമ്മൾ യാത്ര പോകണതാ. മറ്റൊരുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചത്, അതാണ് നല്ലത്. എയർപോർട്ട് ഫുള്ള് ഓടിക്കളിക്കണമല്ലോ ഉണ്ടാവും. അതാണ് ഇപ്പം അവസ്ഥ. അവിടുത്തെ പോണേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞു റിയാദ് പോകണമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ യാത്ര പോവാണ്. ബോർഡിംഗ് പാസ് കിട്ടി. ഇതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം എത്രയും സമയം എത്രയാ? 7:05. ഇനിയുണ്ട് സമയം, ഇനിയുണ്ട് കേട്ടോ. 7:11 സമയം ഇനിയുണ്ട്. ഇപ്പോൾ തന്നെ കാണിയിട്ട് കുഴപ്പമൊന്നുമില്ല. മറ്റു രണ്ടാളും മണ്ടി കളിച്ചിട്ടാണ്. ഈ എയർപോർട്ട് ഫുള്ള് ഓടിക്കണോ രണ്ടാളും. അവന് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മളൊക്കെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എടുക്കണ്ട, ഫ്ലൈറ്റിൽ നിന്നൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. എടാ മുത്തൂസവിടെ, മുത്തൂസായിരുന്നു ആദ്യം. ഇതാ എവിടേക്ക് പോണേ? വേഗം വാ വാ. ആദി ഈ കൊറേ മുന്നിലാണല്ലോ. ഇപ്പൊ ഓടാൻ തുടങ്ങി.
ബാഗോടെ പുറത്തുണ്ടോ? ഞാൻ മറക്കുവോ? ബാഗ് പറഞ്ഞാല് തിരിച്ചു വെക്കോ? ഇതാ ഇവിടെ തന്നെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാനാക്കാരം നേരെ ഫ്ലൈറ്റിക്ക്. വരെ ഒരുപാടുണ്ടല്ലോ. ഇവിടുന്ന് തല വരെ ഞങ്ങൾ നടക്കണം തോന്നണം. വിമാനത്തേക്കല്ലേ നമ്മള് കയറാൻ പോണത്. നോക്കിയാ കാണൂല, രാത്രിയല്ലേ. വിമാനം ഉണ്ടാവും, നോക്കിയൊക്കെ ഞാനിയാ ഈ നോക്കിയോ നോക്കിയോ. ഇക്കാണ് നമ്മള് കേറണതേ. നമ്മള് വിമാനത്തേക്കല്ലേ കേറണത്. നമ്മള് ഇതാ ഫ്ലൈറ്റിൽ കയറാണ്. അവിടെ അതി കയറോടെ. എവിടെ വിമാനം ഉണ്ടോ? അവിടെ ഉണ്ടോ? അതവിടെ കാണണ്ട എനിക്ക്. അതൊക്കെ ലൈറ്റ് എത്തും. അതെ സിഗ്നലുകളല്ലേ. പിന്നെ പോണ്ടാ. നമ്മളെന്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കണേ? നമ്മളെന്തിൻ്റെ ഉള്ളിലായിരിക്കണേ? നമ്മളെന്തിൻ്റെ അതാ വിമാനം ഉണ്ടല്ലേ. നമ്മളെ വിമാനത്തിന്റെ അല്ലേ. നമ്മളെ വിമാനത്തിന്റെ ചിറകിട്ടാ. അവിടെ വേറെ ഉണ്ടല്ലേ. ഫ്ലൈറ്റ് കയറി ഞങ്ങൾ പോവാണല്ലേ. എവിടെ പോണത്? ദുബായിക്ക്. എവിടെ പോണ്? ദുബായിക്കാണ് ഞങ്ങൾ പോണല്ലേ. അപ്പൊ എവിടെ ഉള്ളത്? വിമാനത്തിലാ. ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ടോ ഇതേപോലെ ഓരോന്ന് അവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. വിമാനം കൊണ്ട് ഇടിച്ചാൽ എന്താ കാട്ടുന്നത്, മറിഞ്ഞാൽ എന്താ കാട്ടുന്നൊക്കെ ഓരോടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനത്തെ ഏകദേശം ഒരു 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ താഴത്തേക്ക് നോക്കിയത് അതിമനോഹരമായ കാഴ്ച. നമ്മൾ ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങാനായിക്കണം. നമ്മൾ റിയാദ് എയർപോർട്ടിൽ എത്താനായിക്കണം. അതിൻ്റെ അനൗൺസ്മെൻറ്റ് സംഗതികളൊക്കെ വന്നു. അപ്പോൾ താഴത്തേക്ക് നോക്കിയാൽ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ച കിട്ടും. ഫുള്ള് ലൈറ്റ്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഒരു ആറാട്ടാണ്. പിന്നെ നമ്മൾ എയർ ഇന്ത്യ ആയതുകൊണ്ട് അതിൻ്റെ ഗ്ലാസ്സൊക്കെ ആകെ പൊടിച്ചുകൊണ്ടും അത്ര ക്ലിയറിലേ കിട്ടണുള്ളൂ. എന്തപ്പോൾ ഗ്ലാസ്സുമൊക്കെ ആകെ ഒരു തരി പോലെ പഴയ ഗ്ലാസ്സൊക്കെ തരി ആയിക്കണു. അതുപോലെ ആയതുകൊണ്ടാണ് ഈ ക്ലിയർ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്ലിയറുള്ള ഫോണാണ് എൻ്റെ ഫോണ്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറായിട്ട് നമ്മൾ കുറേ മുമ്പോട്ട് അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് കുറേ നേരമായി. ഒരു ടൈം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല. വളച്ചു. എന്ത് വളക്കണത്? ഏകദേശം തലകുത്തനെ വെക്കണ പോലെ ഉണ്ട്. അപ്പോൾ കുറേ നേരമായി ഇങ്ങനെ വരും. പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ വരും. ടൈം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്.
രാത്രി ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു കാഴ്ച അതൊരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെ ഉണ്ടോ. നമ്മൾ ഫ്ലൈറ്റും കൂടി ഒന്ന് ഉഷാറാണെന്നുണ്ടെങ്കിൽ ഗ്ലാസും കൂടി ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഉഷാറിൽ കിട്ടും. എന്താണ്ട് ഒരു ഗ്ലാസ്സും ഒരു തരി പോലെ വന്നിക്കണം. അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അതെന്നുണ്ടെങ്കിൽ ഇതാ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ റിയാദിലെത്തിയിട്ട് നമ്മൾ ഹൈവേയിൽ കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വിമാനത്തേക്കോ നമ്മളെങ്ങോട്ട് പോണോ? വിമാനത്തിൽ പോണ്. വിമാനത്തിലൊന്നല്ല, വിമാനത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ നമ്മള് വിമാനത്തിൽ കയറി ഇറങ്ങിയില്ലേ. ആദ്യമാണ് പൊട്ടം ഉറങ്ങിയത്. നമ്മൾ കൊറേ വിളിച്ചോ നീച്ചില്ല. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതാ റൊട്ടിയും അതേപോലെ തന്നെ ചിക്കൻ ചില്ലി ഗ്രേവിയും ഓർഡർ ചെയ്ത് മുത്തൂസത് അടിച്ച് മിന്നണോ. ഓനക്കതാ പകുതി എനിക്ക് കൊടുത്തിട്ടുള്ള എന്നെ ഉരുട്ടി ഇരിക്കാണ് ആദ്യം. നമ്മളിവിടെ വന്നിട്ട് പെട്ടി പൊട്ടിച്ചേക്കിന് പെട്ടിൻ്റെ അവസ്ഥയാണ്. മുളക് പൊടി ഉണ്ടായിരുന്നോ അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി പൊട്ടിച്ചിട്ട് ഫുള്ള് മുളക് പൊടി. ഇതിനുള്ളിൽ കളറൊക്കെ നോക്കി. ഡ്രസ്സ് ബേക്കറി എല്ലാം മുളക് പൊടിയോട് കുളിച്ചുക്കണോ. അത് മാറുന്ന കണ്ണുക്കാവും പൊടി. എയർപോർട്ടിൽ പൊട്ടിച്ചേക്കറിയാം എന്താ സാധനം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത് മുളക് പൊടി തന്നെയാണ്. മുളക് പൊടി പൊട്ടിച്ചിട്ടില്ല മുത്തൂസേ. മുളക് പൊടിയാണ്. മുളക് പൊടി തന്നെയാണ് കേട്ടോ. അതിന് അടിയിൽ കത്തി വെച്ചിക്കാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അതിന് പൊട്ടിയതാണെന്നാവോ. എന്താണെങ്കിലും ഫുള്ള് മുളക് പൊടി കൊണ്ടൊരു ആറാട്ടാണ്. മുളക് പൊടി പൊട്ടിച്ചതാണല്ലോ, അല്ലാതെ ഇങ്ങനെ ആവൂല. എന്തായാലും ഇങ്ങോട്ട് നോക്കി ഈ കോലത്തിലായിരിക്കണം. ഒറ്റ സാധനത്തുമ്പോൾ മുളക് പൊടി ഇല്ലാത്തില്ല. ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടിച്ചിട്ടായിരിക്കും എല്ലാത്തും വേണ്ട. പൊയ്ക്കളാ കണ്ണക്കും മൂക്കും ഒക്കെ ആവും മുളക് പൊടി.